നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കട്ടപ്പന കുട്ടിക്കാനം ദേവികുളം സംസ്ഥാനപാതയാണേ. ഈ വഴിക്ക് പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവരാമെന്ന് വിചാരിച്ചാൽ ഞാൻ പോകുന്നത്. ഈ വഴി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടോ, കാലാവസ്ഥയൊക്കെ കുറച്ചൊന്ന് തെളിഞ്ഞിട്ടുണ്ട്. മഴയൊക്കെ ഒന്ന് മാറി. മഴ അധികം ദിവസം പെയ്തില്ല, 2 ദിവസമൊക്കെ പെയ്തിട്ടുള്ളൂ. എന്നാൽ ഇന്നിപ്പോൾ ഒരു നീലാകാശവും പച്ചക്കടലൊക്കെ ആണേ. അപ്പം ഈ വഴിക്ക് പോയാൽ നമുക്ക് ഈ മേഖലയൊക്കെയുള്ള കുറേ കാഴ്ചകൾ കാണാം. ഇവിടെ പോകുന്ന വഴിക്കൊരു പായസക്കടയൊക്കെ ഉണ്ട് കേട്ടോ, സന്തോഷിൻ്റെ പായസക്കട. അപ്പം ഞാൻ ഇവിടെ ഇറങ്ങി ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഗോതമ്പ് പായസമൊക്കെ കാണുമേ. അതൊക്കെ ആണെങ്കിൽ മധുരം ഒന്നിനും പറ്റുകയില്ല. ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ട് സന്തോഷിൻ്റെ കടയുടെ ഫ്രണ്ടിൽ, കണ്ടോ, മനോഹരമായൊരു ഗാർഡനൊക്കെ. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണേ, വഴി സൈഡിൽ. സന്തോഷ് ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് കുറേ ആയി. 4-5 ടൈപ്പ് പായസങ്ങളൊക്കെ ഇവരുണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമുക്കും ഏതായാലും ഇവിടെയൊക്കെ ഒരു ചെറിയ പായസമൊക്കെ കുടിക്കാം. സന്തോഷ് ഇതാണ്. ഇതിൽ ശരിക്കുള്ള വോയിസ് ഞാൻ കൊടുക്കാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ ആ വോയിസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എന്തോ വോളിയത്തിന് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടേ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. സാറിന് ഞാൻ അങ്ങനെ കൊടുക്കുന്നതല്ല. എന്തായാലും നമുക്ക് സന്തോഷത്തോടെ ഇച്ചിരി പായസമൊക്കെ മേടിച്ച് കുടിക്കാം. ഇതിന് ചുറ്റോടി ചുറ്റും നല്ല മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവർ കടയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മുളയും തൈതലും ഓലയും ഒക്കെ ഉപയോഗിച്ചാണ്. തെങ്ങ് പായസം അങ്ങനെ മേടിച്ചു, ഗോതമ്പ് പായസം. ഇവരുണ്ടാക്കുന്ന നല്ല അടിപൊളി പായസമാണ് കേട്ടോ. ഇത് ആൾക്കാർ ബുക്ക് ചെയ്ത് ഒക്കെ വരുന്നുണ്ട് പായസമൊക്കെ, ഓരോരോ ഫംഗ്ഷനും പരിപാടിയൊക്കെ വരുമ്പോഴേ. അതുപോലെ പായസം ഇവിടെ നമുക്ക് 1 ലിറ്റർ 160, 1/2 ലിറ്റർ 80. കടക്കകത്ത് ചെയ്തിരിക്കുന്ന ഓരോ ഡെക്കറേഷനൊക്കെ, തെങ്ങിൻ്റെ കുറ്റിയൊക്കെ, തെങ്ങൊക്കെയാണ് ഇവിടെ ഇരിക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ പ്രകൃതിദത്തമായ ഒരു കടയാണ്. പായസം മാത്രമേ ഇവിടെ വ്യാപാരമുള്ളൂ, വേറൊന്നുമില്ല. പായസത്തിൻ്റെ വിലയൊക്കെയാണ് പറയുന്നത് കേട്ടോ സന്തോഷ്. ഈ ക്യാനിലൊക്കെയാണ് നമുക്ക് പായസം തന്നു വിടുന്നത്. ഉണ്ട് ഇവിടെ പല ഡെക്കറേഷനുണ്ട്. കയറി വേണ മക്കളെ എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് കല്ലിൻ്റെ മുകളിൽ. നല്ല രസമുണ്ടല്ലേ. ഇപ്പം ഇങ്ങനെ ഒരു എഴുത്ത് പലയിടത്തും പോയാൽ കാണാം. ഇതാണ് ഈ പെരിയോങ്കവല എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. ഇവിടെ ഒരു സ്കൂളുണ്ട്, സയൻസ് സ്കൂൾ. ആ സ്കൂളിൻ്റെ അവിടെ വേൾഡ് കപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വേൾഡ് കപ്പ് ഈ പ്രാവശ്യം ആരായിരിക്കും കൊണ്ടുപോവുക? എന്തായാലും നമുക്കല്ല, അത് ഇച്ചിരി കൂടെ അടുത്ത് പോയി നമുക്കൊന്ന് കാണാവേ. നല്ല രസമുണ്ട് കാണാൻ. അതിനടുത്തൊരു ഹെലികോപ്റ്ററൊക്കെ ഉണ്ട്, എപ്പോഴും ഇങ്ങനെ സദാ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെലികോപ്റ്ററൊക്കെ. വിവിധ രാജ്യങ്ങളുടെ കൊടിതോരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതായിരിക്കുന്നു വേൾഡ് കപ്പ്. അതിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. ഓക്കെ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇടുക്കിക്കാർക്ക് കപ്പ് കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇടുക്കിക്കാർക്ക് എന്നാണോ കപ്പ് കിട്ടുന്നത് ഒരു പിടിയില്ല. എന്തായാലും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അത്രയും നല്ല രീതിയിൽ അത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നു കാണാനായിട്ട്. കണ്ടോ, ഇടുക്കി ഡാമിൻ്റെ കുറവൻകുടത്തെ മലയുടെ ഇടയ്ക്കായിട്ട് ഇടുക്കി ഡാം, അതിൻ്റെ മുകളിൽ വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ്. തൊട്ടപ്പുറത്തായിട്ടാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലെയിൻ അല്ല, ഹെലികോപ്റ്റർ. ഇത് രാത്രി വരുവാണ് കാണാൻ നല്ല രസമാണ്. അതുപോലെ വേൾഡ് കപ്പിൻ്റെ അവിടെ നല്ല രസമാണ് കേട്ടോ രാത്രി വന്നു കഴിഞ്ഞാൽ കാണാനായിട്ടേ. ലൈറ്റൊക്കെ ഇട്ടിട്ടേ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. കണ്ടോ, രസമല്ല കാണാൻ. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമുക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ കാണുന്നതാണ് പെരിയോങ്കവല എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമം. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ താഴോട്ട് പോവുകയാണേ. താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പം വെള്ളിലാങ്കണ്ടം ചെന്നിട്ട് ആണ് പോകുന്നത്. വെള്ളിലാങ്കണ്ടം, മാട്ടുക്കട്ട, ഇതാണ് വെള്ളിലാങ്കണ്ടം എന്ന് പറയുന്ന ഒരു കൊച്ചു സിറ്റി. ഇതിൻ്റെ അപ്പുറത്തായിട്ട് കുഴൽപ്പാലമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ കുഴൽപ്പാലത്തിൻ്റെ കുറച്ച് കാഴ്ചകളോടൊക്കെ കണ്ടിട്ട് പോകാമേ. കുഴൽപ്പാലം ഇപ്പോൾ ഭയങ്കര പ്രശസ്തിയായി. എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ റോഡിൻ്റെ വീതിയൊക്കെ കൂട്ടി പണിതപ്പോഴേ, നേരത്തെ ഇത്രയും വീതിയൊന്നും ഇവിടെ ഇല്ലായിരുന്നല്ലോ. കുഴൽപ്പാലത്തിൻ്റെ സൈഡെല്ലാം അവർ റെഡിയാക്കി എടുത്ത് അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നാൽ ഈ വഴിക്കൊക്കെ ഇറങ്ങിപ്പോകാം. അതിൽ ഇറങ്ങി ആ കുഴൽപ്പാലത്തിൻ്റെ അടുത്തോട്ട് പോകാമെന്ന് ഞാൻ പരിശ്രമിക്കുകയാണ്. പക്ഷേ അതിലെ പോകത്തില്ല, മുഴുവൻ കാടാ. മാത്രമല്ല പറയത്തക്ക വെള്ളമില്ല. കണ്ടോ എന്ത് രസം നോക്കിയാൽ അപ്പുറത്തോട്ട് പടുകയൊക്കെയാണേ. പടുകയ്ക്ക് പോകുന്ന ഒരു അങ്ങേയറ്റത്താ പടുക എന്ന് പറയുന്ന സ്ഥലം. ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് അവധി ദിവസങ്ങളിലൊക്കെ ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ ആയിട്ട്.
നമ്മളങ്ങനെ ഇപ്പുറത്തെ വശത്തേക്ക് വന്നു കേട്ടോ. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട്, പക്ഷേ കടയിൽ നിന്ന് അടച്ചിട്ടിരിക്കുക. ഈ സൈഡിൽ കൂടി ഇറങ്ങിയാൽ നമുക്ക് താഴെ ഈ കുഴൽപ്പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ചെല്ലാൻ പറ്റും. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന കാണാം. ഇന്നെന്താണോ ഇവർ കട തുറക്കാത്തത്? തിങ്കളാഴ്ച അവധിയാണോ എന്തോ പരിപാടിയാണ്. ഒരുപാട് ആൾക്കാർ വന്ന് ക്യാമ്പ് ചെയ്യുന്നൊരു സ്ഥലം കേട്ടോ. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ആ ഒരു കടയ്ക്ക് നല്ല അത്യാവശ്യം കച്ചവടമുണ്ട്. മോഹൻ ചേട്ടനായിരുന്നു ആ കട തുടങ്ങിയത്, പക്ഷേ പുള്ളി അത് കൊടുത്തിട്ട് വേറൊരാളെ ഇപ്പം നടത്തുന്നത്. പഞ്ചായത്തിന് കേട്ടണോണേ, ഇടയ്ക്ക് ഒരു വാടക കൂട്ടുമ്പം ഈ ഇരിക്കുന്ന കച്ചവടക്കാർക്ക് അത്ര രസമാവില്ല. ഇത് ഇങ്ങനെയുള്ള വഴിക്കൂടെ നമ്മൾ താഴോട്ട് പോകണേ. നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ ഈ അവധി ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതാണേ. ഇതെല്ലാം ഫോട്ടോ, വീഡിയോ അങ്ങനെയൊക്കെ എടുക്കും. അപ്പോൾ താഴോട്ടിറങ്ങി പോവാം. ഇതിലെയാണ് വഴി താഴോട്ട് പോകുന്നത് കേട്ടോ. നല്ല പച്ചപ്പിനിടയ്ക്കൂടെ കിടക്കുന്നൊരു നടപ്പ് വഴി. താഴെ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നേ. അവിടെ നിന്നൊക്കെ ഞാൻ ആൾക്കാരെ കണ്ടായിരുന്നു. കണ്ടോ, കുഴൽപ്പാലത്തിൻ്റെ ടോപ്പ് കൂടെ ഒക്കെ വണ്ടിയൊക്കെ പോകണ കാണാം. നമുക്കായാലും താഴോട്ടിറങ്ങിപ്പോയി നോക്കാം. മീൻപിടുത്തക്കാർ അവിടെ ഉണ്ടോ എന്ന് നോക്കാം. മീൻപിടുത്തത്തിലുള്ള മീനൊന്നും ഇപ്പോൾ അവിടെ കാണൂല. ഇതേ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നുണ്ടേ. പുള്ളിയോട് ഞാൻ ചോദിച്ചു മീനുണ്ടോ. ആ പുള്ളി പറഞ്ഞ മീൻ അവിടെ താഴെ പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും താഴോട്ട് പോവാണേ. എന്താ രസം നോക്കി ഇവിടെയൊക്കെ കാണാൻ. നല്ല പച്ചപ്പായിട്ട് അതിമനോഹരമായൊരു സ്ഥലം അല്ലേ. എന്താ രസം അല്ലേ. സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹമാണ്. ഒരുപാട് ആൾക്കാരിങ്ങനെ എന്നോട് പറയും ഇടുക്കിയിലെ കാഴ്ചകൾ മതി, ഇടുക്കിയിലെ കാഴ്ചകൾ മതി. ഞാനാണെങ്കിൽ ഇടുക്കിയിലെ കാഴ്ചകൾ കാണിച്ച് മടുത്തു. കാരണം കണ്ടത് തന്നെ പിന്നെ കണ്ട് ആൾക്കാർക്ക് എന്താ, പക്ഷേ ഇത് വീഡിയോ ചെയ്യുന്നത് നമുക്കും ഒരിതില്ലേ. എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ വരും. ഇതാ കുഴൽപ്പാലം, വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകുന്നുണ്ടേ. നമുക്കിവിടെ ഒന്ന് ആ വെള്ളം ചാടുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണാവേ. ശകലം സൂം ചെയ്തൊക്കെ നോക്കുമായിരുന്നത് നല്ലതായിരുന്നു. നമ്മുടെ ക്യാമറയ്ക്ക് സൂമിങ്ങിന് അത്രത്തോളം ഒരു ബെറ്റർ അല്ല, എന്നാലും കുറേയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമല്ലേ. വെള്ളം ഇങ്ങനെ പതഞ്ഞ് ഒഴുകുക. അപ്പം മറുപുറം നമുക്ക് കാണാം. എന്നത്ര വേണേൽ ഇപ്പോൾ കയറി നടക്കുകയൊക്കെ ചെയ്യാം. അവിടെ മീൻപിടുത്തക്കാരുണ്ടായിരുന്നു, അവർ പോയി കേട്ടോ. ഈ വെള്ളത്തിൽ എന്ത് മീനാണ് ഉള്ളതിന് എനിക്ക് മനസ്സിലായില്ല. ഒരു മീൻപിടുത്തം തന്നെ ആയിരുന്നോ എന്നും എനിക്ക് സംശയം. പിന്നെ ഞാൻ അവരെ കാണിച്ചില്ലേ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ അവർ പണി ചെയ്തിരിക്കുന്നുണ്ടോ എങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ഒന്നും ഇത്ര വീതിയൊന്നും ഇല്ലായിരുന്നേ. മണ്ണിട്ട് കല്ലടുക്കി, ആദ്യം മണ്ണിട്ട് പിന്നെ അതിന് മുകളിൽ കല്ലടുക്കി, എന്നിട്ടിപ്പോൾ കാടൊക്കെ കയറി സ്ട്രോങ് ആയി വരിക. ഞാനൊരു ഒച്ച കേട്ട് തിരിഞ്ഞു നോക്കിയപ്പം ഇത് എൻ്റെ പുറകെ 2 പേര് കയറി വരുന്നു. ഉടമസ്ഥന് പോകണ്ട, അങ്ങ് താഴേന്ന് വരുന്നുണ്ടേ. അമ്മയും മോനും കൂടെ വരുന്നുണ്ട്. ഇതുണ്ട് വഴി കയറി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാലേ അപ്പുറത്തോട്ട് നല്ല പച്ചപ്പുള്ള കാഴ്ച കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ മഴ പെയ്ത് വഴിയെല്ലാം ചെളിയായി കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാനൊരു വലിയ സുഖമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല കേട്ടോ. ശകലം അങ്ങോട്ട് പോയെന്ന് നോക്കിയിട്ട് തിരിച്ചിങ്ങ് പോന്നേക്കാമെന്ന് വിചാരിച്ച് തിരിച്ച് കയറി പോന്നേ. എന്ത് രസമാണെന്നറിയാം ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് വരുവാണെങ്കിൽ. അതിലേ നോക്കിയാൽ നമുക്ക് ബസ്സൊക്കെ പോണ കാണാം, വാഹനങ്ങളൊക്കെ. പക്ഷെ നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് വാഹനങ്ങളെ ഒന്നും, നമ്മൾ വിചാരിക്കുന്ന വാഹനങ്ങളൊന്നും വരത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം ഇവിടെ നോക്കി നിന്നിട്ടും വലിയ ഒരു വിശേഷമൊന്നുമില്ല. KSE ബോർഡിൻ്റെ ഒരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടേ, അതിക്രമിച്ചിങ്ങോട്ട് കടക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് മാട്ടുക്കട്ട എത്തി നമ്മളെ. മാട്ടുക്കട്ടയിൽ നിന്ന് ഇനി കുറച്ച് മുന്നോട്ട് ചെന്നാൽ നമുക്ക് മേരികുളം സിറ്റിയുടെ ഭാഗങ്ങളൊക്കെ കാണാം. ഒരു ബസ് അവിടെ വന്ന് കിടപ്പുണ്ട്. ഞാൻ ആ ബസ് ഇങ്ങോട്ട് കയറി വരുന്നൊരു കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. ബസ് കുറച്ച് മുന്നോട്ടെടുത്തു. ഇതാ ബസ് വരുന്നത്. ബ്ലസ്സി മോളാണേ, ഉപ്പുറയ്ക്ക് പോകുന്നത്. മേരികുളം സിറ്റി. മേരികുളം സിറ്റിയിൽ നമുക്ക് കുമളിക്കൊക്കെ പോകാവേ.
ഇതാണ് ഈ തോണിത്തടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഈ വഴിക്ക് പോയാൽ കുറച്ച് ഈ നമ്മുടെ പെരിയാർ നദിയുടെ തീരത്തൂടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നല്ല രസമല്ലേ കാണാൻ? പച്ചപ്പിനിടക്കൂടെ ഒരു നാടൻ ഗ്രാമപാതയൊക്കെ. ഈ റോഡൊക്കെ ഉണ്ടല്ലോ, പണ്ട് ഉപ്പുകറേന്ന് ഇങ്ങനെ വന്ന അയ്യപ്പൻകോവിലോട്ടൊക്കെ പോയി അവിടെ നിന്ന് സ്വരാജ് കയറി കട്ടപ്പനയ്ക്ക് പോകുന്ന റോഡായിരുന്നേ. അതിനുശേഷമാണ് നമ്മളിപ്പോൾ നേരെ വരുന്ന ആ റോഡൊക്കെ ഉണ്ടായത്. ആദ്യകാലത്തെ റോഡുകളായിരുന്നു ഇതൊക്കെ. ഇവിടെ ഇപ്പം വഴിയോരം തീർന്ന് വീടുകളൊക്കെ ഉണ്ട്. ഒരു സൈഡിൽ പുഴയാണേ, പെരിയാർ നദി. വളരെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങനെ മുന്നോട്ട് പോകാമേ. ഇതുകൊണ്ട് ഇവിടെ ഒരു സംഭവമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതെന്നാണെന്നറിയാവോ? ഈ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് ഇതിൻ്റെ കീഴിലുള്ള ഒരു ഭൂകമ്പ മാപിനിയുടെ ഒരു ബോർഡാണ് വെച്ചത്. ഇതിൻ്റെ ഒരു കെട്ടറമാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നത്. ഭൂകമ്പ മാപിനി അതിൻ്റെ മുകളിലുണ്ട്. ഭൂമി കുലുക്കോ അങ്ങനെ സംഭവമൊക്കെ വന്നാൽ അറിയിപ്പ് കിട്ടുന്നൊരു സംഭവം, ഭൂകമ്പ മാപിനി. അതാ മുകളിലെ കാണുന്നതാണ്. പക്ഷേ സർക്കാരിൻ്റെ അതായത് നമുക്ക് അങ്ങോട്ടൊന്നും കയറിപ്പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറിപ്പോകാനായിട്ട് അങ്ങനെ അങ്ങ് ശ്രമിക്കുന്നില്ല കേട്ടോ. ഈ ഒരു റോഡൊക്കെ കണ്ടോ, കല്ലൊക്കെ വെട്ടി മാറ്റിയിട്ട് ഉണ്ടാക്കിയെടുത്ത റോഡാണേ. ഇതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ നിർമ്മിച്ച റോഡുകളാണ്. കാരണം അന്നത്തെ കാലത്ത് ഈ ഭാഗത്തൊക്കെ ഒരുപാട് ആൾക്കാർ താമസക്കാരുണ്ടായിരുന്നു. പിന്നീട് ഡാമിൻ്റെ കുടിയിറക്ക് വന്ന സമയത്ത് ഇവിടുന്നൊക്കെ ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പം ഈ ഭാഗത്തൊക്കെ നല്ല ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഇതെല്ലാം കുടിയിറങ്ങിപ്പോയ ആൾക്കാരുടെ സ്ഥലങ്ങളാണ്. പക്ഷേ മുകളിലോട്ടൊക്കെ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പം ഇതാ പെരിയാർ നദി നമുക്കിവിടെ കാണാം. എന്താ രസം നോക്കി പെരിയാർ കാണാൻ. പെരിയാറ്റിൽ വെള്ളമൊന്നുമില്ല അങ്ങനെ. ഈ കഴിഞ്ഞ 2-3 ദിവസം മഴ പെയ്തപ്പോൾ കുറച്ച് വെള്ളം കയറി വന്നായിരുന്നു. അത് കഴിഞ്ഞ് ആ വെള്ളം വീണ്ടും ഇറങ്ങിപ്പോയി കേട്ടോ, മഴയില്ലാത്തതുകൊണ്ടേ. ഇവിടെ നല്ല ഏലകൃഷിയൊക്കെ ഉണ്ട്. മുകളിലൊരു വീടൊക്കെ ഇരിപ്പുണ്ടേ, വീട്ടിലോട്ട് കയറുന്നൊരു വഴിയൊക്കെയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ ജംഗ്ഷൻ പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടൊക്കെ പോകാവേ. നല്ല മൺപാതയല്ല, ഒരു പഴയ ടാറിങ് റോഡാണ്. കുറേ ഭാഗത്തുണ്ട്, കുറേ ഭാഗത്തില്ല ടാറിങ്ങൊന്നും. അങ്ങനെ അത് നോക്കിയേ, പുഴയുടെ തീരം നിന്നുള്ള യാത്ര വളരെ നല്ല രസമല്ലേ. ഇവിടങ്ങളിലൊന്നും അധികം ആൾക്കാർ വരാറില്ല കേട്ടോ. ഇങ്ങോട്ടും കൂടെ ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ ഇതൊന്നും അത് ആൾക്കാർക്ക് അറിയത്തില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് വരെ. പടുകാലൊക്കെ ആദ്യം ആരും പോകില്ലായിരുന്നു. നമ്മളൊക്കെ കുറേ റീലും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതൊക്കെ കണ്ടിട്ടുണ്ടാവും ആൾക്കാർ വരുന്നത്. അങ്ങനെ എന്തെങ്കിലും കാണാതെ അവർ വരില്ലല്ലോ. ഇതൊരു പഴയ ജംഗ്ഷനായിരുന്നു ഇവിടെ. പണ്ട് ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഇന്നിപ്പോൾ അവിടെ കാണുന്ന ഒരു ചെറിയ കടയും അവിടെ 2-3 ചേച്ചിമാരൊക്കെ ഇരിപ്പുണ്ട്. അവരെന്തോ തൊഴിലുറപ്പ് പണിയൊക്കെ കഴിഞ്ഞിരിക്കുക കണ്ടോ. അവിടെ മുകളിലൊരു വീടുണ്ട്. ഇതിൽ ഇനി കുറച്ചുകൂടെ മുന്നോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാമേ. ഒരുപാട് ദൂരം പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, വഴി അത്ര ഓക്കെ അല്ല. വെറുതെ വണ്ടിയുടെ ടയർ കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകേണ്ട ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇടയ്ക്കാണ് നമ്മൾ ടയറൊക്കെ ഒന്ന് മാറിയിട്ടെ. പിന്നെയും കട്ടറിനകത്ത് പോയി ടയറെല്ലാം കളഞ്ഞാൽ ആരും നമുക്ക് വാങ്ങിച്ചു തരാനില്ല. പെരിയാർ നദിയുടെ ഒരു കാഴ്ചകളൊക്കെ കാണാം. അല്ല, നമ്മുടെ ടയറിന് ഈ പ്രാവശ്യം ആരോ ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് വ്യക്തമായിട്ടില്ല, പക്ഷേ പൈസ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും അതായിരുന്നു, പൈസ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇതുണ്ട്, ഭയങ്കര ചെളിയാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. കല്ലാണേ, കല്ലും ചെളിയും കുഴിയൊക്കെയാണ്. താഴെ നമുക്ക് പെരിയാർ നദിയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. അങ്ങോട്ടൊക്കെ കുറേ ഉണ്ട് കേട്ടോ, പക്ഷേ വഴി ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ ഷോർട്ട് കട്ട് കാടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചപ്പുറത്തോട്ട് പോകാം. പെരിയാർ നദിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കയറി പോകാൻ തോന്നുന്നില്ലെന്ന് പറഞ്ഞ പോലെയാണ്. എന്തേലും ആൾക്കാർ താമസിച്ച സ്ഥലമായി ഈ സൈഡൊക്കെ അല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ച് ഈ പരപ്പിൽ വന്നു കഴിഞ്ഞപ്പം ഇവിടം കൊണ്ട് നമ്മൾ ഈ വീഡിയോ എന്നാൽ നിർത്തിയേക്കാമെന്ന് വിചാരിച്ചേ. കാരണം ഇനി മുന്നോട്ട് പോകാനായിട്ട് സമയമില്ല, കുറേ സമയമായി. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ.